بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد الأمين وعلى آله وصحبه أجمعين أما بعد صلاح الدين كلاس 7 واحبب أبا بكر من بعده وأبا حفص وعثمان والهرماس والعلماء واحبب നീ ഇഷ്ടം വെച്ചോ അബൂബക്കറിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മിൻ ബഅദിഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വ അബാ ഹഫ്സിൻ അബൂ ഹഫ്സ് എന്ന ഓമന പേരുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിനെയും വ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും വൽ ഹിർമാസ് അഥവാ സിംഹക്കുട്ടി പുലിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന അലി റളിയല്ലാഹു അൻഹുവിനെയും വൽ ഉലമാ പണ്ഡിതന്മാരെയും മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളോടും മുത്തുനബിയോടുമുള്ള സ്നേഹത്തിനെ കുറിച്ചാണ് മുസന്നിഫ് നമ്മെ ഈ ബൈത്തിലൂടെ ഉണർത്തുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചെറിയൊരു നിലക്ക് നാം ഇന്നലെ പരാമർശിച്ചു. ഇനി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ തന്റെ ശേഷമുള്ള ഭരണാധികാരിയായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഖത്താബ് എന്നിവരുടെയും ഹൻതമ ബിൻത് ഹിഷാം എന്നിവരുടെയും മകനായിട്ടാണ് മഹാനവറുകൾ ജനനം കൊള്ളുന്നത്. തന്റെ മാതാവിന്റെ ഭാഗത്തിലൂടെയുള്ള പരമ്പര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 7ാമത്തെ പിതാമഹനായ മുർവത്തിലും പിതാവിന്റെ ഭാഗത്തിലൂടെയുള്ള പരമ്പര മുത്തുനബിയുടെ 8ാമത്തെ പിതാമഹനായ കഅബിലും ചെന്നു ചേരുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ വളരെ ധീരനും ആരെയും കൂസാത്ത പ്രകൃതക്കാരനുമായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. മുസ്ലിമാകുന്നതിന്റെ മുമ്പ് തന്നെ ഉമർ എന്ന് കേട്ടാൽ ഒന്ന് വിറക്കാത്തവരായി അന്നാരും മക്കയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമുമായി കടന്നു വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാൻ മുത്തുനബി വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചു. കാരണം ഉമർ എന്ന് ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ ഇസ്ലാമിന് മക്കയിൽ ആരെയും പേടിക്കാതെ പരസ്യമായി പ്രചരണം നടത്താം. ഇസ്ലാം മക്കയിൽ വളർന്നു വരുന്നേ ഉള്ളൂ. മക്കയിലെ 2 ധീരശൂരരും മറുപക്ഷത്താണ്. ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബും മറ്റൊന്ന് അബൂ ജഹലും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ ദുആ ചെയ്യാറുണ്ടായിരുന്നത്രേ, അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ ബിഅഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക് ഉമർ ഇബ്നുൽ ഖത്താബ് ഔ അംർ ഇബ്നു ഹിഷാം. അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ടോ അല്ലെങ്കിൽ അംർ ഇബ്നു ഹിഷാം എന്ന അബൂ ജഹലിനെ കൊണ്ടോ ഈ മതത്തിനെ നീ ശക്തിപ്പെടുത്തണമേ, ഈ മതത്തിന് നീ ഇസ്സത്ത് നൽകണമേ എന്ന് മുത്തുനബി ദുആ ചെയ്യാറുണ്ടായിരുന്നത്രേ. ആ മുത്തുനബിയുടെ ദുആഇന് അല്ലാഹു തആല ഇജാബത്ത് നൽകി. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം വളരെ അത്ഭുതകരമാണ്. ചരിത്രം നാം പലതവണ കേട്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി മക്കയുടെ തെരുവിലൂടെ നടക്കുകയാണ്. ലക്ഷ്യം പുതിയ മതവുമായി നാട്ടിലിറങ്ങിയ മുഹമ്മദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊലപ്പെടുത്തലാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പറഞ്ഞയച്ചതാണ്. ധീരനായ ഉമറിനെ മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവരാൻ ഉമർ റളിയല്ലാഹു അൻഹു വാള് ഊരിപ്പിടിച്ച് നടക്കുമ്പോഴാണ് മക്കയുടെ വഴിയിൽ വെച്ച് തെരുവിൽ വെച്ച് നഈം ഇബ്നു അബ്ദുല്ലാ എന്ന വ്യക്തിയെ കാണുന്നത്. തന്റെ ലക്ഷ്യം അറിയിച്ചപ്പോ നഈം എന്നവർ പറഞ്ഞു, എന്നാ ഉമറെ, നീ മുഹമ്മദിനെ കൊല്ലാൻ പോകാൻ വരട്ടെ. അഫലാ അദുല്ലുക അലൽ അജബ്, ഒരത്ഭുതം കേൾക്കണോ നിനക്ക്? ഇന്ന ഖത്നക സഈദ് ഇബ്നു സയ്യിദ് വ ഉഖ്തക ഫാത്തിമ ബിൻതുൽ ഖത്താബ് ഖദ് അസ്ലമാ. എടാ ഉമറെ, നിന്റെ അളിയൻ സഈദും നിന്റെ സഹോദരി ഫാത്തിമയും മുസ്ലിമായിട്ടുണ്ട്, ആ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നിട്ടുണ്ട്. കുടുംബക്കാരെ നന്നാക്കിയിട്ട് പോരെ ഉമറെ നാട്ടുകാരെ നന്നാക്കൽ? ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു
അത് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യം ഇരട്ടിച്ചു, ശിരകളിൽ രക്തം തിളച്ചു മറിഞ്ഞു. പെങ്ങളുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഓടിപ്പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പെങ്ങളുടെ വീട്ടിൽ ചെന്ന സമയത്ത് സഈദ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും ഉണ്ടവിടെ. അവരോട് കൂടെ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് എന്ന സ്വഹാബിയും അവിടെ ഉണ്ടായിരുന്നു. ഇവർ മൂന്നാളും ഖുർആൻ ഓതുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നപ്പോ വീടിന്റെ മുറ്റത്ത് മക്കയിലെ വീരശൂര പരാക്രമി ഉമറിന്റെ കാൽപെരുമാറ്റം കേട്ട മൂവരും പരിഭ്രമിച്ചു, പേടിച്ചു വിറച്ചു. ഇവർക്കറിയാം ഉമർ ഈ വിവരം അറിഞ്ഞിട്ടാണ് വരുന്നത്, വാൾ ഊരി പിടിച്ചിട്ടാണ് ഉമർ നിൽക്കുന്നത്. കാരം പന്തിയല്ലെന്ന് മനസ്സിലാക്കി ഹബ്ബാബ് തങ്ങൾ വീട്ടിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നു. ഉമറിന്റെ സഹോദരി ഫാത്തിമ എന്നവർ ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ ഒളിപ്പിച്ചു വെച്ചു. കാരണം ഉമർ അത് കാണാൻ പാടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വാതിലിൽ ശക്തമായി മുട്ടിയപ്പോ വാതിൽ തുറന്നു കൊടുത്തു. ദേഷ്യം പിടിച്ച ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു ശബ്ദം കേട്ടിരുന്നല്ലോ, എന്താണ് ആ ശബ്ദം? അതെന്ത് ശബ്ദമാണ്? അപ്പോ ഇവർ മൂന്നാളും പരിഭ്രമിച്ചു. ഇവർക്ക് ഖുർആനാണെന്ന് പറയാൻ പേടിയായി. ഇവർ പറഞ്ഞു, അത് ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇവർ മുസ്ലിമായ വിവരം നേരത്തെ ലഭിച്ചതുകൊണ്ട് ദേഷ്യം സഹിക്കാതെ അളിയൻ സഈദ് റളിയല്ലാഹു അൻഹുവിന് ശക്തമായ ഒരു ചവിട്ട് കൊടുത്തു. ദൂരേക്ക് സഈദ് തങ്ങൾ തെറിച്ചു വീണു. തടയാൻ ചെന്ന തന്റെ സഹോദരി ഫാത്തിമയുടെ മുഖത്ത് ശക്തമായ ഒരടി കൊടുത്തു. പക്ഷേ ഇടറാത്ത ഈമാൻ ഉള്ളിലുറച്ച ആ ദമ്പതികൾ ഉമറിന്റെ മുഖത്ത് നോക്കി സധൈര്യം പറഞ്ഞു, നഅം ഖദ് അസ്ലംനാ വആമന്നാ ബില്ലാഹി വറസൂലിഹി ഫസ്നഉ മാ ബദാലക്. അതേ ഉമറെ, ഞങ്ങൾ മുസ്ലിം ആയിട്ടുണ്ട്, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ സഹോദരിയുടെ മുഖത്ത് തന്റെ അടി കാരണമായി രക്തം ധാരധാരയായി ഒലിക്കുന്നത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് ചെറുതായ ഒരു അലിവ് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു സൗമ്യനായി ചോദിച്ചു, നിങ്ങൾ ഓതിക്കൊണ്ടിരുന്ന ആ കിതാബ് ഒന്ന്, നിങ്ങൾ എന്താണ് ഓതിക്കൊണ്ടിരുന്നത്, അതൊന്നും എനിക്ക് തരുമോ? പക്ഷേ അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സറിഞ്ഞ് എന്ന് കണ്ട ഇരുവരും പറഞ്ഞു, നീ പോയി കുളിച്ചു വാ, കാരണം ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഞങ്ങളുടെ വേദഗ്രന്ഥം ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കരുത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പോയി കുളിച്ച് ശുദ്ധിയായി വന്ന് ആ ഖുർആൻ മറിച്ചു നോക്കി. ഉമർ റളിയല്ലാഹു അൻഹു മറിച്ചു നോക്കിയത് ത്വാഹ സൂറത്താണ് മറിച്ചപ്പോ കണ്ടത്. അതിന്റെ അല്പഭാഗം ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ ലിതസ്ഖ, അങ്ങനെ അല്പഭാഗം ഓതിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, മാ അഹ്സന ഹാദൽ കലാമ വ അക്റമ, എന്ത് ഭംഗിയുള്ള കലാമാണ്, എന്തൊരു സുന്ദരമായ വർത്തമാനം, ഇതൊരിക്കലും ഒരു മനുഷ്യന്റെ സംസാരമല്ല. അങ്ങനെ ഇസ്ലാമിൽ വിശ്വസിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ മുസ്ലിമീങ്ങളുടെ രഹസ്യ താവളമായ ദാറുൽ അർഖമിലേക്ക് എത്തിക്കുകയാണ്. അവിടെ ചെന്ന് മുത്തുനബിയെ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വളരെ ആവേശവും ഊർജവുമുള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ധീരനാണ്, വളരെ ആവേശമുള്ള ചുറുചുറുക്കുള്ള മക്കയിലെ ഒരു വ്യക്തിയാണ്. അന്ന് മുത്തുനബിക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമാശ്ലേഷണത്തിൽ വളരെ സന്തോഷമായി. ഇസ്ലാം അന്ന് പരസ്യ പ്രചാരണം തുടങ്ങിയിട്ടില്ല, കാരണം കുറച്ചാളുകളെ മുസ്ലിമായിട്ടുള്ളൂ. മുസ്ലിമായി അല്പം കഴിഞ്ഞ് മുത്തുനബിയോട് ഉമർ റളിയല്ലാഹു അൻഹു ആവേശത്തോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലസ്ന അലൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂലെ, നമ്മൾ സത്യമാർഗത്തിലല്ലേ ഉള്ളത്? അപ്പൊ മുത്തുനബി പറഞ്ഞു, ബല, അതേ ഉമറെ, എന്താ അങ്ങനെ ഒരു ചോദ്യം? ഖാല, അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഫീമൽ ഇഖ്ഫാ, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒളിച്ച് പ്രവർത്തനം നടത്തുന്നത്, നമുക്ക് പരസ്യമായി പ്രചരണം നടത്താലോ എന്ന് മുത്തുനബിയുടെ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആവേശം കണ്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിങ്ങൾ എന്ന രണ്ട് വരിയായി ഒരു ചെറിയ പ്രകടനം മക്കയുടെ തെരുവിലൂടെ നടത്തുകയാണ്. ഒരു വരിയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹുവും മറ്റേ വരിയുടെ മുമ്പിൽ സയ്യിദുൽ ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹുവുമാണ്. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ അവരുടെ ആ പ്രകടനം അങ്ങ് പ്രവേശിച്ചപ്പോ ഖുറൈശികൾ ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെടുകയാണ്, അത്ഭുതസ്തബ്ധരായി. കാരണം ആരാണ് മുസ്ലിമീങ്ങളുടെ പട നയിച്ചു വരുന്നത്? മുഹമ്മദിനെ കൊല്ലാനെന്ന് പറഞ്ഞു ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ട ഉമറാണ് മുസ്ലിമീങ്ങളുടെ പട നയിച്ചു കൊണ്ടുവരുന്നത്. ശത്രുക്കളാകെ അത്ഭുതപ്പെട്ടു, ശത്രുക്കളാകെ പേടിച്ചു പോയി. കാരണം ഉമർ മറുപക്ഷത്താണ്. ഇനി ഇസ്ലാമിനെ എതിർക്കൽ അത്ര എളുപ്പമല്ല.
അങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഫാറൂഖ് അഥവാ ഹക്കിന്റെയും ബാത്തിന്റെയും ഇടയിൽ ഫർഖ് ചെയ്യുന്നവൻ എന്ന പേര്, വിട്ടുപിരിക്കുന്നവൻ, വേർതിരിക്കുന്നവൻ എന്നർത്ഥമുള്ള ഫാറൂഖ് എന്ന പേര് നൽകുന്നത്. മുസ്ലിമായതിനു ശേഷം മുത്തുനബിയുടെ കൂടെ എല്ലാ യുദ്ധത്തിനും ഉമർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. മുസ്ലിമായതിനു ശേഷം വളരെ തഖ്വയോടെ ജീവിച്ചു, ഭയങ്കര സൂക്ഷ്മതയോടെയുള്ള ജീവിതം നയിച്ചവരായിരുന്നു. മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ആയിരിക്കുമ്പോഴും വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുമ്പോൾ പോലും അവിടുന്ന് ധരിച്ചിരുന്നത് വളരെ നുരുമ്പിയ തുന്നുകളുള്ള 14ഓളം തുന്നുകളുള്ള ഒരു ഖമീസായിരുന്നു ധരിച്ചിരുന്നത്. ഖലീഫ ആകുമ്പോഴും വളരെ സൂക്ഷ്മതയോടെയുള്ള ജീവിതം നയിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളോടുള്ള പ്രസംഗത്തിൽ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നത്രേ, അഹബ്ബുൻ നാസി ഇലയ്യ മൻ റഫഅ ഇലയ്യ ഉയൂബി. എനിക്ക് ജനങ്ങളിൽ വെച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്റെ ഭരണത്തിലെ ന്യൂനതകൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നവനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിനയം നോക്കൂ പ്രിയപ്പെട്ടവരെ. നാം ഏത് അധികാരത്തിലിരിക്കുമ്പോഴും നമ്മുടെ കീഴിലുള്ളവർ നമ്മുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ നല്ല നിലക്ക് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ നമുക്ക് വലിയ മാതൃകയാണ് കാണിച്ചു തരുന്നത്. തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് വേഷന്മാർ ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ ഊരു ചുറ്റുമായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും നാട്ടിലൂടെ. പ്രയാസപ്പെടുന്നവർക്ക്, വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് താൻ വലിയ ഖലീഫയാണെന്ന വിവരം അറിയിക്കാതെ ആവശ്യമുള്ളതെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു എത്തിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് ഒരു സുബഹി നിസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോൾ അബൂ ലുഅ്ലുഅ എന്ന വ്യക്തിയുടെ കുത്തേറ്റുകൊണ്ടാണ്. പതുങ്ങിയിരുന്ന് കുത്തിയ അക്രമി 6 ശക്തമായ കുത്തുകൾ ഉമർ തങ്ങളെ കുത്തി. അതിലൊന്ന് തന്റെ പൊക്കിലിന് താഴെ ആഴത്തിലുള്ളൊരു കുത്തായിരുന്നു. അങ്ങനെ കുത്തേറ്റ് വീണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്തു വെള്ളം കൊടുത്താലും ഈ ശത്രുവിന്റെ കുത്ത് കാരണം തന്റെ പൊക്കിലിന്റെ താഴെ രൂപപ്പെട്ട ആ ദ്വാരത്തിലൂടെ പുറത്തു പോകും, ഒന്നും വയറ്റിൽ തങ്ങൂല. പാല് കൊടുത്താലും വെള്ളം കൊടുത്താലും മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് വെള്ളം കൊടുക്കും, പക്ഷെ ഒക്കെ പുറത്തു പോകും. അങ്ങനെ കിടക്കുമ്പോൾ വലിയ വിനയത്തിന്റെ ഉടമയായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പ്രിയപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇഅ്തിനി ബിഹുദൈഫത്ത് ബിനുൽ യമാൻ. അബ്ദുല്ലാഹ്, നീ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന സ്വഹാബിയോടൊന്ന് വരാൻ പറയണം. وجاء حذيفة. ആരാണ് ഹുദൈഫ? ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു വന്നു. ആരാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു വന്നു? وهو الصحابي الذي أعطاه الرسول صلى الله عليه وسلم جدولا بأسماء المنافقين ولا يعرفهم إلا لله ورسوله وحذيفة. മക്കയിലെ മുനാഫിക്കുകൾ അഥവാ മുസ്ലിമാണെന്ന വ്യാജേന പുറത്ത് ഇസ്ലാം നടിച്ച് ഉള്ളിൽ കുഫറാക്കി, ഉള്ളിൽ കുഫറുമായി നടക്കുന്ന, മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കാൻ നടക്കുന്ന മുനാഫിക്കുകൾ. പുറത്തവർ മുസ്ലിമാണ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിലാണ്. പക്ഷേ മുത്തനബിക്ക് അവരറിയാം, അവർ തക്കം കിട്ടിയാൽ മുത്തനബിയെ പറ്റിക്കാൻ നടക്കുന്നവരാണ്. അവരുടെ സ്വഹാബത്തിന് പോലും അവരാരാണെന്നറിയില്ല തങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷെ മുത്തനബി തങ്ങളുടെ അകക്കണ്ണുകൊണ്ട് അവരെ കണ്ട് അവരുടെ പേരെഴുതിയ ലിസ്റ്റ് ഹുദൈഫ തങ്ങൾ ഏൽപ്പിച്ചിരുന്നു. ഈ മുനാഫിക്കുകൾ മക്കയിലെ മുനാഫിക്കുകൾ ആരൊക്കെയാണെന്ന് ഹുദൈഫ തങ്ങൾക്കും മുത്തനബിക്കും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ തങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഹുദൈഫ തങ്ങൾ ഇങ്ങനെ വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ദ്വാരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, യാ ഹുദൈഫ വനാശിദുക്കല്ലാഹ് ഹൽ ഖാല റസൂലു ഇസ്മി ബൈനൽ മുനാഫിഖീൻ. എന്റെ പേര് മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ തന്ന മുത്തനബി തന്ന മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ? അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആരോടും ഇത് പറയാറില്ല. മുനാഫിഖീങ്ങളുടെ പേര് രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. സ്വാഹിബു സിർരി റസൂലില്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബിയാണ്. ഹുദൈഫ തങ്ങൾക്ക് മാത്രമേ മുനാഫിക്കുള്ള പേരറിയൂ. ഹുദൈഫ തങ്ങൾ പറഞ്ഞു, വദമഅത് ഐന, അവിടുത്തെ 2 കണ്ണും ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു,
ഉമർ തങ്ങളെ അതൊരിക്കലും ഞാൻ പറയൂല, അത് മുത്തുനബി രഹസ്യമായി എന്നെ ഏൽപ്പിച്ചതാണ്. ആരൊക്കെയാണ് മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ തങ്ങളുടെ പേരുണ്ടോ എന്ന് ഒരിക്കലും തങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കില്ല, കാരണം അത് രഹസ്യമാണ്. പിന്നെയും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബില്ലാഹി അലൈക് ഖുല്ലി ഹൽ ഖാല റസൂലുള്ളാഹി ഇസ്മി ബൈനഹും, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹുദൈഫ, എനിക്ക് വേജാറാണ്, എന്റെ മരണം അടുത്തു. ഫബക ഹുദൈഫ, അപ്പൊ ഹുദൈഫ തങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അഖൂലു ലക വലാ അഖൂലുഹാ ലിഗൈരിക വല്ലാഹി മാ ദകറ ഇസ്മക ഇൻദി. ഉമർ തങ്ങളെ തങ്ങളോട് മാത്രം ഞാൻ പറയുന്നു, മറ്റൊരാളോടും പറയില്ല, തങ്ങളെ പേരതില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന് സമാധാനമായി. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇലാ ആയിഷത ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് നീ ചെല്ലണം, എന്നിട്ട് നീ പറയണം, യഖറഉ അലൈക ഉമർ അസ്സലാം വലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ, നീ പറയണം ഉമർ ഒരു സലാം പറഞ്ഞിട്ടുണ്ട്, അമീറുൽ മുഅ്മിനീൻ എന്ന് പറയരുത്. ഫഇന്നീ ലസ്തു അൽയൗമ ലിൽ മുഅ്മിനീന അമീറ, കാരണം ഞാൻ ഇന്ന് മുഅ്മിനീങ്ങൾക്ക് അമീറല്ല. എന്നിട്ട് ആയിഷ ബീവിയോട് നീ ചോദിക്കണം, തന്റെ സ്വാഹിബിയായ മുത്തുനബിയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അരികിൽ ഉമർ റളിയല്ലാഹു അൻഹു ഖബറിന് ഒരു ഇടം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഖബറടക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നഅം ഖദ് കുൻതു ആദത്തു ഹാദൽ ഖബറ ലി വൽ യൗമ അത്റുകുഹു ലി ഉമർ, ഞാൻ ആ സ്ഥലം അവിടെ സ്വാഹിബൈനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും മുത്തുനബിയുടെയും അരികിലുള്ള ആ സ്ഥലം എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു, എന്റെ ഖബറിന് വേണ്ടി. ഇന്നേ ദിവസം ഞാനത് ഉമറിന് വേണ്ടി ഒഴിവാക്കി കൊടുക്കുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഈ സന്തോഷ വാർത്ത ആയിഷ ബീവിക്ക് കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ മകൻ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഒരു വസിയത്ത് കൂടി ചെയ്തു, അങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മദീന പള്ളിയിലേക്ക് കൊണ്ടുപോകണം, എന്നിട്ട് നിങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചാൽ ഹുദൈഫയെ കാത്തു നിൽക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു വന്ന് മയ്യിത്ത് നിസ്കരിച്ചാൽ എന്നെ ആയിഷ ബീവിയുടെ മുത്തുനബിയുടെ വീടിന്റെ അരികിലേക്ക് കൊണ്ടുപോയി ആയിഷ ബീവിയോട് ഒന്നുകൂടെ സമ്മതം ചോദിക്കണം, കാരണം ആയിഷ ബീവി ഒരു പക്ഷെ ഞാൻ നേരത്തെ ചോദിച്ചത് കൊണ്ട് തന്നതായിരിക്കാം. പൂർണ്ണ തൃപ്തിയാണെങ്കിൽ മാത്രം എന്നെ അവിടെ ഖബറടക്കണം, ഇല്ലെങ്കിൽ എന്നെ മുസ്ലിമീങ്ങളെ ഖബറടക്കുന്ന ജന്നത്തുൽ ബഖീഇൽ കൊണ്ടുപോയി ഖബറടക്കണം. അങ്ങനെ ഈ വസിയത്ത് ചെയ്തു ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്ത് പ്രകാരം തന്റെ സ്വാഹിബൈനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ചാരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കുകയാണ്. വഫാത്താകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് 63 വയസ്സാണ്. 10 വർഷവും 6 മാസവും 4 ദിവസവും ഭരണം നടത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ആ കൂട്ടുകെട്ട്, അവരുടെ ഇടയിലുള്ള ശ്രേഷ്ഠതയുടെ ആ ക്രമം ശത്രുക്കൾക്ക് പോലും സുസമ്മതമായിരുന്നു. ഫൈദുൽ ബാരിയിൽ കാണാം, അബൂ സുഫിയാൻ ലമ്മ ഉസീബൽ മുസ്ലിമൂന ഫി ഗസ്വതി ഉഹദ്, ഉഹദിന്റെ രണാങ്കണത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു പ്രയാസം പറ്റിയപ്പോ, ചെറിയൊരു അപകടം പിണഞ്ഞപ്പോ അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, അഫിൽ ഖൗമി മുഹമ്മദ്, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ? പിന്നെ ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു അബി ഖുഹാഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടോ? പിന്നെ ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഉമർ ഉണ്ടോ? എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഫീഹി അന്നൽ കുഫാറ കാനൂ യഅരിഫൂന അന്നൽ ഫദ്ല ബൈനഹും ബിഹാദ തർതീബ്, ശത്രുക്കൾ കാഫിരീങ്ങൾക്ക് പോലും അറിയാമായിരുന്നു ഇവരുടെ ഇടയിലുള്ള ഈ ശ്രേഷ്ഠതയുടെ ക്രമം ഇങ്ങനെയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവർ ഒരേ സ്ഥലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യപ്രകാരം ഖബറടക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറടക്കിയതിനു ശേഷം സ്വഹാബത്തിന്റെ ചെറിയൊരു മീറ്റിംഗിൽ വെച്ച് ഒരുപാട് അഭിപ്രായങ്ങൾക്കൊടുവിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ ഖലീഫയായി ബൈഅത്ത് ചെയ്യുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്.
കാണാൻ നല്ല സുമുഖനും ജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മറ്റൊരു സ്വഹാബത്തിനുമില്ലാത്ത വലിയൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് ദുന്നൂറൈൻ എന്നായിരുന്നു. എന്താണ് ആ പ്രത്യേകത? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം ലഭിച്ചു. അതുകൊണ്ടാണ് ദുന്നൂറൈൻ എന്ന പേരിൽ മഹാനവറുകൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തുനബിയുടെ മകൾ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം ചെയ്തു. അവരുടെ മരണശേഷം മുത്തുനബിയുടെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മദീനയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കിണറുണ്ട്, ബിർ ഉസ്മാൻ. മദീനയിൽ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളത്തിന് ശക്തമായ ക്ഷാമം അനുഭവപ്പെട്ട ഒരു കാലം വന്നു. പക്ഷെ അന്ന് മദീനയിൽ ഒരു കിണറുണ്ട്, ഒരു യഹൂദിയുടെ ഒരു കിണർ, നല്ല സമൃദ്ധമായ ജലമുള്ള കിണറാണ്, വെള്ളമുള്ള കിണറാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 35,000 ദിർഹം കൊടുത്ത് അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തു. ഇങ്ങനെ ഒരുപാട് സേവനങ്ങൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സേവനം ചെയ്തു. ഭരണകാലത്ത് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരിടേണ്ടി വന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് നോമ്പുകാരനായി ഒരു ദിവസം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ടാണ് മരണപ്പെടുന്നത്. മദീനയിലെ ജന്നത്തുൽ ബഖീഇന്റെ മധ്യഭാഗത്തായിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഭരണം നടത്തിയ ഖലീഫയാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മുത്തുനബിയുടെ പരിചരണമേറ്റ് വളർന്ന സ്വഹാബിയാണ് അലി റളിയല്ലാഹു അൻഹു. മുത്തുനബിയുടെ പിതൃ സഹോദരൻ അബൂ ത്വാലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബിന് വലിയ കുടുംബമായിരുന്നു അബൂ ത്വാലിബിന്റെ കുടുംബം. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ ചെറിയ പ്രയാസം നേരിട്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിന്റെ മക്കളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മുത്തുനബിയുടെ പരിചരണമേറ്റ് ചെറുപ്പം മുതലേ വളർന്നു. മുത്തുനബിക്ക് നുബുവത്ത് ലഭിച്ച് 2-ാം ദിവസം അലി റളിയല്ലാഹു അൻഹു മുസ്ലിമായി. മുത്തുനബിക്കൊരു തിങ്കളാഴ്ച ദിവസമാണ് നുബുവത്ത് ലഭിക്കുന്നത്. ചൊവ്വാഴ്ച അലി റളിയല്ലാഹു അൻഹു മുസ്ലിമായി. അന്ന് അലി റളിയല്ലാഹു അൻഹുവിന് പ്രായം 10 വയസ്സാണ്. കുട്ടികളിൽ വെച്ച് ആദ്യമായി മുസ്ലിമായത് അലി റളിയല്ലാഹു അൻഹു ആണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കരളിന്റെ കഷ്ണമെന്ന് പരിചയപ്പെടുത്തിയ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്ത പ്രിയപ്പെട്ട മരുമകനാണ് അലി റളിയല്ലാഹു അൻഹു. അസാധാരണമായ ധീരതയുടെ ഉടമയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. തബൂക്കല്ലാത്ത എല്ലാ യുദ്ധത്തിലും മുത്തുനബിയോടുകൂടെ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു. ഖൈബർ യുദ്ധത്തിന്റെ തലേ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടായി പറഞ്ഞു, ലഅഉതിയന്ന റായത വദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നാളെ ഖൈബറിന്റെ പതാക ഞാൻ കൈമാറും. അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ഖൈബർ നമ്മൾ ജയിച്ചടക്കും. സ്വഹാബത്ത് വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു അന്ന് രാത്രി. ആരായിരിക്കും മുത്തുനബി പറഞ്ഞ ആ വ്യക്തി? പിറ്റേ ദിവസം സ്വഹാബത്തിനോടായി മുത്തുനബി ചോദിച്ചു, ഐന അലി ഇബ്നു അബി ത്വാലിബ്, എവിടെ അലിയാർ തങ്ങൾ? അവിടെ. സ്വഹാബത്ത് പറഞ്ഞു, ഹുവ യസ്തകി ഐനൈ, ചെങ്കണ്ണ് രോഗമായി ചെറിയൊരു പ്രയാസത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വന്നു. മുത്തുനബിയുടെ ഉമിനീര് പുരട്ടിയപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ രോഗം, ചെങ്കണ്ണ് രോഗം സുഖപ്പെട്ടു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഖൈബർ പടയെ നയിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം വലിയ സ്വഹാബാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അലി റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നത്. 4 വർഷവും 9 മാസവും അലി റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഇബ്നു മുൽജം എന്ന ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ടാണ് മരണപ്പെടുന്നത്. ഹിജ്റ 40-ാം വർഷം റമളാൻ 19-നാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്താകുമ്പോ മഹാനായ അലിയാർ തങ്ങൾക്ക് 63 വയസ്സാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും 4 ഖലീഫമാരെയും സ്നേഹിക്കണമെന്നാണ് മുസന്നിഫ് റഹിമഹുല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പിന്നെ അവസാനമായി മുസന്നിഫ് റഹിമഹുല്ലാ പറഞ്ഞു, വൽ ഉലമാ,
പണ്ഡിതന്മാരെയും സ്നേഹിക്കണം. കാരണം ആദ്യം മുത്തനബിയുടെ ശരീഅത്തിനെ പിൻപറ്റാനാണ് മുസന്നിഫ് ഓർമ്മപ്പെടുത്തുന്നത്. മുത്തനബിയുടെ ശരീഅത്തിനെ പിൻപറ്റണമെങ്കിൽ മുത്തനബിയെ സ്നേഹിക്കണം, ആ ശരീഅത്തിനെ കൈമാറുന്ന സ്വഹാബത്തിനെ സ്നേഹിക്കണം, ആ മുത്തനബിയുടെ സുന്നത്തുകളെ യഥാവിധം നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വഹാബത്തിന്റെ ശേഷമുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും നമ്മൾ സ്നേഹിക്കണം. എന്നാലേ മുത്തനബിയുടെ ശരീഅത്തിനെ പരിപൂർണ മനസ്സോടെ നമുക്ക് ഇത്തിബാ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉലമാ എന്ന് പറയുമ്പോ ഉലമാ ഉൽ ആഖിറയാണ് ഇവിടെ ഉദ്ദേശം. ആഖിർ ഉഖറവിയായ ഉലമാക്കൾ. ഉഖറവിയായ ഉലമാക്കൾക്ക് ഒരുപാട് അടയാളങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ അസ്കിയായിൽ പഠിപ്പിക്കുന്നുണ്ട്. വലിആലിമിൻ ഉഖറാ അലാമാതുൻ തുറാ ലാ യത്ലുബദ് ദുനിയാ ബിഇൽമി മസായില. ഉഖറവിയായ പണ്ഡിതന്റെ അടയാളങ്ങൾ, ഒരുപാട് അടയാളങ്ങൾ എണ്ണി പറയുന്നു. അതിന്റെ കൂട്ടത്തിൽ പറയുന്നു, ഉഖറവിയായ പണ്ഡിതൻ അവന്റെ പഠനം കൊണ്ടുള്ള അവന്റെ ലക്ഷ്യം ആഖിറ വിജയമായിരിക്കും. ഒരിക്കലും ദുനിയാവിലെ സ്ഥാനം, ആളുകൾക്കിടയിൽ വലിയ സ്ഥാനം ലഭിക്കണം, ജനങ്ങളൊക്കെ എന്നെ ബഹുമാനിക്കണം എന്ന ദുനിയാവിയായ എന്ന ഭൗതികമായ ഒരു താല്പര്യവുമില്ലാതെ എന്റെ ഇൽമു കൊണ്ട്, എന്റെ അറിവ് കൊണ്ട് ഞാൻ അറിവ് പഠിക്കുന്നത് ആഖിറത്തിൽ വിജയിക്കാനാണ് എന്ന മനസ്സോടെ പഠിക്കണം. അവനാണ് ഉഖറവിയായ ആലിമ്. അതുപോലെ പറഞ്ഞു, അല്ലാ യുഖാലിഫ ഖൗലുഹു മാ യഫഅല, അവന്റെ വാക്കും പ്രവൃത്തിയും എതിരാകൂല, അവൻ പറയുന്നതെല്ലാം ചെയ്യും. ചില ആളുകളെ പോലെ ഒരുപാട് വാദ് പറയും, പക്ഷെ അതൊന്നും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാതെ ഉഖറവിയായ ആലിം എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, അയ്യഖ്സുദ ബിൽ ഇൽമി സഅദത്തുൽ ആഖിറ, ഉഖറവിയായ വിജയമായിരിക്കണം അവന്റെ ഇൽമു കൊണ്ടുള്ള ലക്ഷ്യം. അയ്യജ്തനിബ തുറഫ ഫിൽ മത്അമി വൽ മൽബസി വൽ മസ്കിനി ഫയകൂനു മായിലൻ ഇലൽ ഖനാഅതി വഇല തഖല്ലുലി. വസ്ത്രത്തിലും ഭക്ഷണത്തിലും എല്ലാം വളരെ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടണം, താഴ്ന്നതുകൊണ്ട് തൃപ്തിപ്പെടണം, വലിയ പ്രൗഢിയോടെ ജീവിക്കണം, വലിയ ക്വാളിറ്റികൾ വേണം എന്ന ഷർത്തുകളൊന്നും എന്ന നിബന്ധനകളൊന്നും ഇല്ലാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് നല്ല സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നവനാകണം. അവനാണ് ഉഖറവിയായ പണ്ഡിതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉഖറവിയായ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോ നമ്മുടെ ജീവിത വിജയത്തിന് നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. തഖ്വ, ഹംദ്, ശുക്ർ, സ്വലാത്ത്, ഇത്തിബാഉ സുന്ന. അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു മുത്തുനബിയെയും മഹാന്മാരായ സ്വഹാബത്തിനെയും പണ്ഡിതന്മാരെയൊക്കെ അതിരറ്റ് സ്നേഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന വലിയ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, മഹാന്മാരായ സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഉഖറവിയായ പണ്ഡിതന്മാരിൽ നീ ഉൾപ്പെടുത്തണം. അല്ലാഹ്, ദുനിയാവിന് വേണ്ടി അറിവ് പഠിച്ച് ആഖിറം നഷ്ടപ്പെടുന്ന ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ആരെയും നീ ഉൾപ്പെടുത്തല്ല. അല്ലാഹ്, പരിശുദ്ധ റമളാനും വിശുദ്ധ ഖുർആനും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്തിന്റെ പത്തിൽ പരിപൂർണമായി മഗ്ഫിറത്ത് നേടി വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും നിന്റെ ദീനി ഖിദ്മയിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം. അല്ലാഹ്, മരണപ്പെട്ടു പോയ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണം. അല്ലാഹ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. دعاء وصية. السلام عليكم ورحمة الله.